കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുവാൻ തക്കോണം കർത്താവ് സഹായിച്ചല്ലോ. മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്ക് സകലതും ലഭിക്കും എന്നുള്ളതായ ആ ഉറപ്പ് കർത്താവ് യേശുക്രിസ്തുവിൽ നിന്നും നമുക്ക് കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, ദൈവരാജ്യത്തിൽ നമ്മളുടെ പങ്കാളിത്ത പ്രവർത്തനം വളരെയധികം ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു ചിന്തയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ഒരിക്കലും തനിച്ചല്ല ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യുന്നത്, മറിച്ച് നമ്മളുടെ പങ്കാളിത്തം എപ്പോഴും ദൈവം ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് ഈ ഭൂമിയിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നാം പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവരാജ്യത്തെ അന്വേഷിക്കുക എന്നുള്ളതിൽ ഇതെല്ലാം തന്നെ അടങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കർത്താവ് യേശുക്രിസ്തുവിന് മുമ്പാകെ ശിഷ്യന്മാർ ഒരു കുരുടനെ കൊണ്ട് നിർത്തിയിട്ട് ഇപ്രകാരം ചോദിക്കുന്നു, യേശുവേ, ഇവൻ കുരുടനായി പറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ? നല്ലൊരു ചോദ്യം. യേശുവിനെ പരീക്ഷിക്കാനായിരിക്കാം ചോദിച്ചത്. കാരണം യഹൂദന്മാർ അങ്ങനെ വിശ്വസിച്ചിരുന്നു, ഒരാളുടെ രോഗാവസ്ഥ അല്ലെങ്കിൽ അവസ്ഥകൾ അവൻ്റെ പാപം മൂലമോ അല്ല അവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമോ ആയിരിക്കാം. ഇതിൽ ഒരു ക്ലാരിറ്റി ഇവർ വരുത്താൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് യേശുവിനോട് ചോദിക്കുകയാണ് ഈ ചോദ്യം. പക്ഷേ യേശു അതിന് പറഞ്ഞതായ മറുപടി വളരെയധികം പ്രസക്തമാണ്. യേശു പറഞ്ഞു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി ഇവങ്കിൽ വെളിപ്പെടുവാനത്രേ ഇവനത് സംഭവിച്ചത്. നോക്കിക്കേ, ഞാൻ ഇവിടെ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവം നമ്മുടെ പാപങ്ങളെ അല്ല ഓർക്കുന്നത്, നമ്മുടെ അവസ്ഥകളെ ദൈവം അതെന്നേക്കുമായി ഉള്ളതാണെന്നും ചിന്തിക്കുന്നില്ല. മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു തൻ്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടുത്തണമെന്ന്. ദൈവരാജ്യത്തിലുള്ള ഒരു പ്രത്യേകത, ദൈവരാജ്യത്തിലുള്ള ഓരോ പ്രജകളും ദൈവപ്രവൃത്തിക്ക് അർഹരാണ്. ദൈവം അവരുടെ സ്ഥിതികളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഒരു രാജാവ് ഒരു രാജ്യത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ദൈവവും നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാനിവിടെ ചിന്തിച്ചതായ ഒരു പ്രധാനപ്പെട്ട കാര്യം, യേശു അവിടെ സ്വീകരിച്ചതായ ഒരു പ്രത്യേക സമീപനമുണ്ട്. മറ്റെങ്ങും നമ്മൾ കാണാത്തതായ ഒരു പ്രത്യേക രീതി യേശു അവിടെ അവലംബിപ്പാനിടയായി തീർന്നു. യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കിയിട്ട് ഈ കുരുടൻ്റെ കണ്ണിൽ പുരട്ടിയിട്ട് അവരോട് പറയുന്നു, നീ ശിലോഹം കുളത്തിലേക്ക് പോയി കഴുകുക. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, കർത്താവെ, ഈ അന്ധനായ മനുഷ്യന് ഇത്രത്തോളം പരീക്ഷണം കൊടുക്കാമോ? ശിലോഹം കുളം എന്ന് പറയുമ്പോൾ അല്പം ദൂരമുണ്ടല്ലോ, അവിടേക്ക് പോയി ഇവൻ കഴുകി തിരിച്ചു വരിക എന്നൊക്കെ പറയുന്നത് ചില കടുങ്കയല്ലേ? പക്ഷേ യേശു എന്താണ് ആഗ്രഹിച്ചത്? അവൻ്റെ പങ്കാളിത്തം കൂടെ ഈ പ്രവൃത്തിയിൽ ഉണ്ടാകണം. എപ്പോഴും ദൈവപ്രവൃത്തിയുടെ പ്രത്യേകത നമ്മുടെ പങ്കാളിത്തം അതിലുണ്ടാകണമെന്നുള്ളതാണ്. നിങ്ങൾ രോഗിയാണോ? നിങ്ങൾ ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾക്കൊരു പങ്കാളിത്തം വേണം. അതിന് ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം നമ്മളോട് പറയുന്നു, നമ്മൾ ഇന്ന കാര്യം ചെയ്യണം. അതും നമ്മൾ ഒറ്റയ്ക്കല്ല, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നമ്മൾ ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഈ ഒരു കാര്യം ഉണ്ടാകാറുണ്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകുന്നത്? അത് പ്രാർത്ഥനയിലൂടെ, യേശുവിൻ്റെ സാന്നിധ്യത്തിലൂടെ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് പറയുന്നത്. അപ്പോൾ മാത്രമേ നമ്മൾ എന്തു ചെയ്യണമെന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയുള്ളൂ. ഇവിടെ ഈ മനുഷ്യനോട് പറയുന്നു, നീ ശീലോഹം കുളത്തിലേക്ക് പോയി കഴുകുക. ശീലോഹം എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവനെന്ന. അപ്പോൾ ഇവനെ യേശു അയക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവപ്രവൃത്തി ഇവങ്കിൽ വെളിപ്പെടുവാൻ വേണ്ടി. ഇവൻ അതുപോലെ ചെയ്തു. പോകുന്ന വഴിക്ക് ആളുകൾ ചോദിക്കുമായിരിക്കാം, എടാ, ആരാടാ നിൻ്റെ കണ്ണിൽ ഈ വൃത്തികേട് കാണിച്ചു വെച്ചത്? അവൻ പറഞ്ഞു കാണും, യേശുവ. നീ എന്തിനു അനുവദിച്ചു കൊടുത്തു? അതെ, ഞാൻ വിശ്വസിക്കുന്നു അവൻ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അതെല്ലാം നന്മയ്ക്കായി തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിൽ ആശ്രയിച്ചിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, എന്തെങ്കിലും ഒരു പരാജയമോ എന്തെങ്കിലും മറ്റുള്ളവർ നിന്ദിക്കത്തക്കവണ്ണം എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്താൽ
ഞാനും നിങ്ങൾ പ്രയാസപ്പെടരുത്, മറിച്ച് വിശ്വസിക്കണം, ഇത് ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണ്, ദൈവ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ, ലാസറിൻ്റെ മരണം 4 ദിവസം കഴിഞ്ഞ് യേശു കടന്നു വരുമ്പോഴും യേശുവിന് പറയാനുള്ളത്, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഈ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 8-ാം വാക്യം നാം വായിക്കുമ്പോൾ, അയൽക്കാരും അവനെ മുമ്പ് ഇരക്കുന്നവനുമായി കണ്ടവരും ഇവനല്ലയോ അവിടെ ഇരുന്ന് പിശയായിച്ചവൻ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിക്കേ, പെട്ടെന്നാണ് സ്ഥിതി മാറിയത്. പാസ്റ്റ് ടെൻസിലാണ് ഇവിടെ പറയുന്നത്. ഇവൻ മുമ്പ് ഇവിടെ ഇരുന്ന് പിശയായിച്ചവനല്ലയോ, ഇപ്പോൾ അവൻ ഭിക്ഷക്കാരനല്ല, അവൻ്റെ അവസ്ഥ മാറി. അത് യേശുവിന് ഒരു നിമിഷം മതി നിങ്ങളുടെ അവസ്ഥയെ മാറ്റിമറിക്കുവാൻ. ഇന്ന് നിങ്ങൾ ഏതൊരു പശ്ചാത്തലത്തിൽ കടന്നു പോകുന്നെന്ന് എനിക്കറിയില്ല, പക്ഷേ യേശു ഒരു കാര്യം പറയുന്നു, അറിയുന്നു, ഒരു നിമിഷം മതി നിങ്ങളുടെ അവസ്ഥയ്ക്ക് കർത്താവ് മാറ്റം വരുത്തുവാൻ. അതിനായി നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചെയ്യാൻ പോകുക. നമുക്കൊന്ന് വിശ്വസിക്കാം. ഇനി വചനം കേട്ട് നിങ്ങളൊന്ന് വിശ്വസിച്ച്, യേശുവിന് ഒരു നിമിഷം മതി എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ. അങ്ങനെയാണെങ്കിൽ കർത്താവിനോടുള്ള ആ പങ്കാളിത്ത പ്രവർത്തനത്തിൽ, ദൈവരാജ്യത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഇടയായിത്തീരും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ, ഇന്ന് അങ്ങയുടെ വചനം ഞങ്ങളോട് പറയുന്നു, യേശുവിന് ഒരു നിമിഷം മതി, യേശുവിൻ്റെ ഒരു വാക്ക് മതി ഞങ്ങളുടെ അവസ്ഥകൾ രൂപാന്തരപ്പെടുവാൻ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ ആ ഒരു ദൈവിക അനുഗ്രഹം ഉണ്ടാകട്ടെ. കർത്താവിനോടുള്ള ബന്ധത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചും, കർത്താവെ അങ്ങ് പറയുന്നതായ ആ പ്രവർത്തനങ്ങളിൽ പ്രിയപ്പെട്ടവർക്ക് ഏർപ്പെടാനും ദൈവമഹത്വം ജീവിതത്തിൽ കാണുവാനും നീ അവരെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൈമാറുവാൻ സാധിക്കും. ഈ സന്ദേശം യൂട്യൂബ് ചാനലിൽ കാണുന്ന പ്രിയപ്പെട്ടവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഇതിൻ്റെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. God bless you all. Have a nice day. Thank you for watching Morning Dew. Kindly tune up for next day messages.